എല്ലാരും കുറച്ചൊന്ന് എല്ലാവർക്കും നല്ലപോലെ എടുക്കും. എല്ലാരും കുറച്ച് വൈഡായിട്ട് കേട്ടോ. ഇറങ്ങി കൊടുക്കും. പറയും സിനിമ കാണുന്ന പോലെയാണ് ഇത് ആലോചന കിട്ടുന്നത്. അപ്പൊ എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് കിട്ടണം, അല്ലെങ്കിൽ ഓഡിയൻസിന് കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ എല്ലാവരും ശ്രമിച്ചത് വലിയ സിനിമകളുടെ ഇടയിൽ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഇത്രയും സ്ട്രോങ് കണ്ടന്റ് ആയിട്ടാണ് വന്നേക്കണേ. അതിനൊരു കോൺഫിഡൻസ് ശരിക്കുണ്ടായിരുന്നു. മോനെ, ഞാനാണ് ഈ സിനിമ ആദ്യം കണ്ടതാണ്. ഞാൻ ഈ സിനിമ കണ്ട് അന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ലക്കി ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ്. എൻ്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു. അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത്. അത് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞത് ഗംഭീര പപ്പ ഇരുത്തി വായിക്കാൻ പറഞ്ഞു. ഞാനൊരു ത്രൂ ഔട്ട് ഫ്ലൈറ്റിലിരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു, എടാ നീ ഇത് 100% ഓണത്തിന് ഇറക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഓണത്തിന് ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് നമ്മളിത് ഓണത്തിനിറക്കുന്നത്. നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ്. പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ സിനിമയും 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ്. അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. എല്ലാ 2.5 മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എൻ്റെ ബാഹുബലി. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് പോകും. സംവിധായകൻ സന്തോഷം. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഓണത്തിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ജോബിച്ചേട്ടൻ്റെ ഒരു ധൈര്യമാണ്. ജോബിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഇത് ഓണത്തിന് ഇറക്കില്ലായിരുന്നു. സോ ഓണത്തിന് ഇത്രയും വലിയ പടങ്ങളോടെ കൂടെ ഇറങ്ങി നമ്മൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇത് ഭയങ്കര സന്തോഷം. പറയല്ലേ ഇനി മോനെ, എന്നത് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഇതിനകത്ത് അപർണയായാലും കൂട്ടാക്കുട്ടി ആയാലും അവനായാലും നമ്മുടെ ആസിഫ്, ഇവരൊക്കെ പാപങ്ങളാണ്. ഇവരെല്ലാം നല്ല ആൾക്കാർ. ഇതിനകത്ത് ആകെ ഇച്ചിരി സൗണ്ടുള്ളതാണ് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദയവായി മനസ്സിലാക്കോ. എന്തെങ്കിലും അതുകൊണ്ട് ഇവരൊരു സ്നേഹത്തിന്റെ കൂട്ടായ്മ ഇവിടെയുണ്ട്. അതായത് നിങ്ങൾ ന്യൂജൻ സ്റ്റൈലിൽ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. മനസ്സിലാവും, ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ആ സ്നേഹം വർക്കൗട്ട് ആയതാണ് ഈ സിനിമയുടെ വിജയം. ബാക്കി പ്രേക്ഷകർ പറയട്ടെ. എന്തായാലും ഇത്രയും സമയം കൊണ്ട് ഇപ്പൊ രാവിലെ ഇന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഈ നിമിഷം വരെ കിട്ടുന്ന റെസ്പോൺസ് അത്രയും സന്തോഷം തരുന്നതാണ്. ഓണത്തിന് ഇത്രയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു സിനിമ നമുക്ക് മലയാള ഫിലിമിന്റെ, പ്രത്യേകിച്ച് ഈ വർഷം മലയാള സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. എന്റെ ഫസ്റ്റ് ഹാഫ് ഗംഭീര സിനിമകൾ വന്നൊരു വർഷമാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷം. സക്സസ് ആവട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളുടെയൊക്കെ സഹകരണം എല്ലാം ആസിക്കയുടെ ഒരു ഭാഗ്യവർഷമാണല്ലോ. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം.